ഹായ് ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി ഗാലക്സി ആതിര. ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുതരാൻ വന്നതാണ്. 2 വർഷം മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടാൽ അറിയാമായിരിക്കും, ഞാൻ ഇതേ കോലത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. സൺടാനൊക്കെ അടിച്ചിട്ട് അൺഇവൻ സ്കിൻ ടോണായിട്ട് ആകെ ഡള്ളായിട്ടിരിക്കുമായിരുന്നു എൻ്റെ സ്കിൻ. എന്നാൽ ഇപ്പോൾ എൻ്റെ കോലം ഇതാണ്. ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ സ്കിന്നിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഈ 2 പിക്ചേഴ്സും കണ്ടാൽ നിങ്ങൾക്ക് വ്യക്തമാകും എൻ്റെ സ്കിൻ ട്രാൻസ്ഫർമേഷൻ്റെ കാര്യങ്ങളല്ല അല്ലേ. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ സ്കിൻ കെയർ ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളുമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് എൻ്റെ സ്കിൻ ഇതുപോലെ ബ്രൈറ്റ് ആകാനും ക്ലിയർ ആകാനും ഗ്ലോ ആകാനും വേണ്ടിയിട്ടുള്ള എഫക്റ്റീവായതും സിമ്പിളായിട്ടുള്ളതുമായിട്ടുള്ള 3 കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ എന്നെപ്പോലെ നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്കിൻ കെയറിനെ പറ്റി ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല, കാരണം അതിനെപ്പറ്റി ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ തന്നെ ഐക്കാർഡിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ആൻഡ് സ്കിൻ കെയറിനെ പറ്റി ഞാൻ പറയുന്നില്ല, നിങ്ങൾ മസ്റ്റായിട്ട് സ്കിൻ കെയർ ചെയ്യണം. CTM അതേപോലെ തന്നെ ഫോളോ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ സൺസ്ക്രീനും മസ്റ്റായിട്ട് യൂസ് ആക്കണം. ആൻഡ് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയാം. കറുപ്പിന് 7 അഴ കാണുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാവർക്കും വെളുത്ത് തുടുക്കാനാണ് ആഗ്രഹം അല്ലേ. സോ കറുപ്പും വെളുപ്പും ഇവിടെ ഒരു പ്രശ്നമാകുന്നില്ല. ബട്ട് എത്ര വെളുത്താത്താണെങ്കിലും അൺഇവൻ സ്കിൻ ടോണും മുഖത്തെ ഡൾനെസ്സും മുഖക്കുരു വന്ന പാടുകളും അതുപോലെ തന്നെ പിമ്പിൾസ്, ഡാർക്ക് സർക്കിൾസ് എന്നിവയൊക്കെ ആണെങ്കിൽ നമ്മുടെ സ്കിൻ ആകെ കുളമായിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അതാണ് ഒരു പ്രോബ്ലം. ആ പ്രോബ്ലമാണ് നമ്മൾ നീക്കം ചെയ്യേണ്ടത് അല്ലേ. ഈ കാണുന്ന വ്യക്തിയെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഇതാണ് മൊണാലിസ. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം വൈറലായിക്കൊണ്ടിരുന്ന ഈ ഒരു ലേഡിയാണ്. ഇപ്പോൾ ഒരു സെലിബ്രിറ്റി കൂടിയാണ്. ഇവരുടെ കാര്യം ഞാനിപ്പോൾ ഇവിടെ പറയുന്നത്. മൊണാലിസ നന്നായിട്ട് വെളുത്തിട്ടുള്ള ആളൊന്നുമല്ല. ഡാർക്ക് ടു ഡസ്കി സ്കിൻ ടൈപ്പാണ് ഇവർക്കുള്ളത്. ബട്ട് ഇവരുടെ ആ ഒരു ഫേസ് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇവരുടെ മുഖത്ത് ഒരു വിധത്തിലുള്ള ആക്നിയോ പിമ്പിൾസോ ഡാർക്ക് സർക്കിൾസോ അൺഇവൻ സ്കിൻ ടോൺസോ ഒന്നും തന്നെ ഇല്ല. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഗ്ലോയിങ് സ്കിന്നിന് കളറല്ല പ്രശ്നം, നമ്മുടെ ഫേസ് എത്രത്തോളം ക്ലിയർ ആണോ എന്നതിലാണ് കാര്യം. സോ ഈ ഒരു വീഡിയോയിൽ ഡൾനെസ് മാറ്റി സ്കിൻ ഗ്ലോ ആക്കി വയ്ക്കാനുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ സ്കിൻ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 രൂപ പോലും ചിലവില്ലാത്തൊരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. സ്റ്റീം ചെയ്യുക, അതായത് ആവി പിടിക്കുക. ആദ്യം തന്നെ നമുക്ക് ആവി പിടിക്കാം. നമ്മളിൽ പലരും ജലദോഷവും പനിയൊക്കെ വരുമ്പോഴായിരിക്കും ആവി പിടിക്കുന്നത് അല്ലേ. എന്നാൽ സ്കിൻ കെയർ ശ്രദ്ധിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആഴ്ചയിൽ 2 തവണയെങ്കിലും നമ്മളൊന്ന് സ്റ്റീം ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മുടെ ഫേസിലുള്ള പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാനും ഡെഡ് സെൽസിനെയൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാനും സാധിക്കുന്നു. അതുപോലെ തന്നെ ആക്നിയും പിമ്പിൾസും ഒക്കെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ സ്കിൻ ബ്രൈറ്റൻ ആക്കാനും വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് എന്നിവയൊക്കെ പെട്ടെന്ന് ഇളകിപ്പോകാനും ഹെൽപ്പ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ 1 രൂപ പോലും ചിലവില്ലാത്ത അടിപൊളി ഒരു റെമഡിയാണ് ഇത്. ഇതെല്ലാവർക്കും ഒരുപോലെ ചെയ്യാവുന്നതാണ്. സോ ഇനി ഞാൻ എങ്ങനെയാണ് ആവി പിടിക്കേണ്ടത് എന്ന് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും ഞാൻ പിടിക്കുന്ന കാര്യമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എൻ്റെ സ്റ്റീമർ കേടായതിനാൽ ഞാൻ പുട്ടുകുടത്തിലാണ് ആവി പിടിക്കുന്നത്. സ്റ്റീമർ ഉള്ളവർ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കിയിട്ട് നിങ്ങൾക്ക് ആവി പിടിക്കാവുന്നതാണ്. സ്റ്റീമറിൽ പ്രത്യേകിച്ച് തുളസി ഇലയോ പനിക്കൂർക്കയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ ചെയ്യുന്നത് നോർമൽ വാട്ടർ തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അത് നന്നായിട്ട് വെട്ടിത്തിളച്ച് വരുമ്പോഴത്തേനും ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ആവി പിടിക്കുകയാണ്. ഇതിപ്പം വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആവി പിടിച്ച് കാണിക്കുന്നത്. ഞാൻ സാധാരണയായിട്ട് ആവി പിടിക്കുന്നത് ഒരു പുതപ്പിനിടയിൽ ഇരുന്നിട്ടാണ് കേട്ടോ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 10 മുതൽ 15 മിനിറ്റിൽ കൂടുതൽ ആവി പിടിക്കാൻ പാടില്ല. കൂടുതൽ ടൈം നമ്മൾ ആവി പിടിക്കുകയാണെങ്കിൽ സ്കിൻ ഡാമേജ് ആയി പോകാനും സാധ്യതയുണ്ട്. സോ 15 മിനിറ്റിൽ കൂടുതൽ ആവി പിടിക്കാൻ പാടില്ല. ഓക്കെ, ഇതുപോലെ നമുക്ക് ആഴ്ചയിൽ 2 തവണ വീതം ആവി പിടിക്കാവുന്നതാണ്. ആൻഡ് ഇത് നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യുന്നതിന് മുൻപോ പിൻപോ രാത്രിയിലോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. സോ ആഴ്ചയിൽ 1-2 തവണ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഇങ്ങനെ ആവി പിടിക്കുന്നതിലൂടെ നിങ്ങളുടെ സ്കിൻ ഗ്ലോ ആവുകയും ക്ലിയർ ആവുകയും ചെയ്യും. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ സ്കിൻ ഗ്ലോ ആകാനും അതുപോലെ ബ്രൈറ്റ് ആകാനും ക്ലിയർ ആകാനും വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ ചാനൽ പലതരത്തിലുള്ള ഫേസ് പാക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ സിമ്പിളായിട്ടുള്ളതും 1 രൂപ പോലും ചിലവില്ലാത്തതുമായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 2 സ്പൂൺ ചോറ് എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ
കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്ന ചോറാണ് എടുത്തിരിക്കുന്നത്. വേറെ അരി കൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ല. ഇനി നമുക്ക് അലോവേര ജെല്ലി വേണം. അതിനുവേണ്ടി നമ്മുടെ വീട്ടിൽ തന്നെയുള്ള അലോവേര എടുക്കാം. അലോവേര എടുക്കുമ്പോൾ ഇതുപോലെ ഒരു മഞ്ഞ ദ്രവം കാണും. അതുകൊണ്ട് നിങ്ങൾ അലോവേര എടുത്ത് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കോമ്പ് വെച്ചിട്ടോ ഇതുപോലെ ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരയുന്നതിന് വേണ്ടിയിട്ട് 1 സ്പൂൺ കഞ്ഞിവെള്ളം, ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളമാണ് എടുക്കേണ്ടത്. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത പേസ്റ്റാണ് നമ്മളിനി മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ. ഇത്തരത്തിൽ നമ്മൾ നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു പാക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ബൈ ബൈ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന ഡെർമാടച്ചിൻ്റെ ഒരു ഫേസ് വാഷാണ്. ഇത് അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഫേസ് വാഷാണ്. ഇനി ഞാൻ ഫേസ് നന്നായിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആൻഡ് ഇത് എല്ലാ ദിവസവും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ ദിവസവും ചെയ്യുന്നതിലൂടെ കൊറിയൻ സ്കിൻ ടൈപ്പ് പോലെ നമ്മുടെ ഗ്ലാസ് സ്കിൻ ആകാനും ക്ലിയർ ആകാനും ബ്രൈറ്റ് ആകാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് കഴുത്തിലും കാലിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് 7 മിനിറ്റിന് ശേഷം ഞാനിത് വാഷ് ഔട്ട് ചെയ്ത് കളയാറാണ് പതിവ്. ഗൈസ്, അപ്പോൾ 7 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. ആദ്യ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ലഭിക്കുന്നത്. നന്നായിട്ടൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ ഒരു പാക്ക് നമുക്ക് ദിവസവും അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ദിവസവും അപ്ലൈ ചെയ്യാൻ ടൈം ഇല്ലെങ്കിലും ആഴ്ചയിൽ 3 ദിവസമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തില്ലെങ്കിൽ തികച്ചും നഷ്ടം തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. അത്രയ്ക്ക് അടിപൊളി പാക്കാണിത് കേട്ടോ. ഞാൻ കുറേ നാൾ മുമ്പ് സ്കിൻ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഫേസ് പാക്കിനായി യൂസ് ആക്കിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അവ യൂസ് ചെയ്തിട്ടുള്ള ഫേസ് പാക്കുകൾ നല്ലതാണെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് കിടിലൻ റിസൾട്ട് തരുന്ന ഒന്നാണ് കേട്ടോ. അലോവേരയും റൈസ് വാട്ടറും നമ്മുടെ സ്കിൻ ഗ്ലോ ആക്കാനും ഹെൽത്തി ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസുകളാണ്. സോ ഇത് നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസും ആണ്. സോ യാതൊരുവിധ സൈഡ് എഫക്ട്സും ഇല്ലാത്ത ഒരു ഫേസ് പാക്കാണിത്. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ യൂസ് ആക്കാവുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. കിടിലൻ റിസൾട്ടാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു റിസൾട്ടാണ്. ഞാൻ യൂസാക്കി 100% ഉറപ്പ് വരുത്തിയിട്ടുള്ള ഫേസ് പാക്കുകൾ മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഫേസ് വാഷ് ചെയ്ത് വന്നപ്പോൾ ഉള്ള നമ്മുടെ ഒരു സ്കിൻ. നല്ല ക്ലിയർ ആയിട്ടുണ്ട്, ബ്രൈറ്റ് ആയിട്ടുണ്ട്, ഗ്ലോ ആയിട്ടുണ്ട്. അടുത്തതായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഐസിങ് ഇൻ ഫേസ് ആണ്. ഇത് മറ്റൊന്നുമല്ല, റൈസ് വാട്ടർ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിട്ട് ഐസ് ആകുമ്പോഴത്തേനും രാവിലെയോ വൈകുന്നേരമോ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ എന്നും രാവിലെ ഐസ് വാട്ടർ വെച്ച് മുഖം കഴുകുകയായിരുന്നു പതിവ്. എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതോടുകൂടി ഞാൻ ഐസ് ക്യൂബ്സ് വെച്ചിട്ട് മുഖത്ത് മസാജ് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. എനിക്ക് നോർമൽ സ്കിൻ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അധികം പിമ്പിൾസ് ഒന്നും ഉണ്ടാകാറില്ല. പക്ഷേ ഇടയ്ക്ക് വെച്ചപ്പോഴോ എനിക്ക് പിമ്പിൾസൊക്കെ ഉണ്ടായി. ആ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു ഐസ് ക്യൂബ്സ് മസാജ് ചെയ്ത് തുടങ്ങിയത്. നല്ല റിസൾട്ടാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പിമ്പിൾസൊക്കെ മാഞ്ഞു പോകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്തു. ഇത് യൂസ് ആക്കുന്നതിലൂടെ നമ്മുടെ ഫേസിലെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യാനും അതുപോലെ തന്നെ ആക്നെ വരാതിരിക്കാനും അത് തടയാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൻ ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഐസ് നമുക്ക് ഡയറക്റ്റായിട്ടും യൂസ് ആക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു തുണിയിലോ മറ്റോ ചുറ്റിയിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ഐസ് ക്യൂബ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ വാട്ടർ വേണമെങ്കിൽ യൂസ് ആക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് 10 പൈസ ചിലവില്ലാത്ത കാര്യമാണ്. അടിപൊളിയായിട്ട് നമ്മുടെ സ്കിൻ കൊണ്ടുപോകാനായിട്ട് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെ നമ്മൾ ഐസ് ക്യൂബ്സ് വെച്ചിട്ട്
മസാജ് ചെയ്യുന്നത് 2 മിനിറ്റ്സ് യൂസ് ആക്കിയാൽ മതിയാവും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാനൊക്കെ സാധ്യതയുണ്ട്. സോ 2 മിനിറ്റ്സ് മാത്രം നമ്മുടെ സ്കിന്നിൽ മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നമുക്ക് രാവിലെ ഉണരുമ്പോൾ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് രാത്രി ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുന്നേ ഒക്കെ ചെയ്യാം. ഞാൻ എപ്പോഴും ചെയ്യുന്നത് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖത്തുള്ള ഒരു പഫ്നെസ്സൊക്കെ മാറ്റാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അടിപൊളിയൊരു റെമഡിയാണിത്. സോ യൂസ് ഇറ്റ്. ആൻഡ് ഫൈനലി ഗ്ലോയിങ് ആൻഡ് ബ്രൈറ്റിംഗ് സ്കിന്നിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് റോസ് വാട്ടറും ഗ്ലിസറിനും കൂടിയിട്ടുള്ള ഒരു ടോണറാണെന്നോ ഒരു മസാജാണെന്നോ വേണമെങ്കിൽ പറയാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ റോസ് വാട്ടർ എന്താണെന്ന് പറഞ്ഞു തരാം. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അവൈലബിൾ ആണ്. ഏകദേശം 15 രൂപയൊക്കെ പ്രൈസ് ആവത്തുള്ളൂ കേട്ടോ. ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും ക്ലിയർ ആക്കാനും സ്മൂത്ത് ആക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഹോം മെയ്ഡായിട്ട് എങ്ങനെ റോസ് വാട്ടർ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇതിന് വളരെ വിലക്കുറവും കൂടുതൽ യൂസ്ഫുള്ളും ആയതുമായ ഒരു പ്രൊഡക്റ്റാണിത്. നമ്മുടെ സ്കിന്നിൽ കെമിക്കൽസ് ഒന്നുമില്ലാതെ വളരെ ചെറിയ രീതിയിൽ നമ്മുടെ സ്കിന്നിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു പ്രൊഡക്റ്റാണ്. ആൻറ്റി ഓക്സിഡൻറ്റുകൾ കൂടുതൽ ഉള്ളതിനാൽ തന്നെ ഇത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുകയും നമ്മുടെ സ്കിന്നൊന്ന് സ്മൂത്ത് ആൻഡ് ക്ലിയർ ഗ്ലോ ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ആക്കാവുന്നതാണ്. ഇനി നമുക്ക് ബെനിഫിറ്റ്സ് ഓഫ് റോസ് വാട്ടർ എന്താണെന്ന് നോക്കാം. റോസ് വാട്ടർ യൂസ് ആക്കുന്നതിലൂടെ ആക്നെ വന്ന പാടുകൾ മാറ്റുകയും ഓപ്പൺ പോർട്സുകളൊക്കെ കുറയ്ക്കുകയും ആൻഡ് ഫൈനലി സ്കിൻ നല്ല ഗ്ലോ ആക്കുകയും ബ്രൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് ടോണറായിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ആക്കാവുന്നതാണ്. ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ള റോസ് വാട്ടർ നമ്മൾ യൂസ് ആക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. ഇതിനോടൊപ്പം നമ്മൾ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കണം. അതെന്താണെന്ന് പറഞ്ഞുതരാം. ഗ്ലിസറിനാണ്. ഇതിന് 32 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് മെഡിക്കൽ സ്റ്റോറുകളിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കേടുപാടുകളിൽ നിന്നൊക്കെ സ്കിന്നിനെ രക്ഷിക്കാനായിട്ടും ഈ ഒരു ഗ്ലിസറിൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക, അതിനുശേഷം തുടച്ചെടുക്കുക. ഇനി നമുക്ക് ഒരേ അളവിൽ, അതായത് സെയിം അളവിൽ തന്നെ ഗ്ലിസറിനും റോസ് വാട്ടറും നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് മുഖത്തൊക്കെ മസാജ് ചെയ്ത പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് നമുക്ക് ഒപ്പിയെടുത്ത് നമ്മുടെ മുഖത്തൊക്കെ തേക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ കുറച്ച് മാത്രം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ കണ്ണടച്ചിട്ട് വേണം സ്പ്രേ ബോട്ടിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കണ്ണിലൊക്കെ വീണിട്ട് ആകെപ്പാടെ പ്രശ്നങ്ങളൊക്കെ ആയി മാറും കേട്ടോ. സെലിബ്രിറ്റീസൊക്കെ ഈ ഒരു റെമഡിയാണ് യൂസ് ആക്കുന്നത്. പഴയകാല സിനിമാ താരം ഷീല മാമിൻ്റെ ബ്യൂട്ടി സീക്രട്ട് കൂടിയാണെങ്കിലും ഞാൻ ഈ ഒരു റെമഡിയെ പറ്റി അറിഞ്ഞത് 2-3 വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളൊരു യൂട്യൂബ് ചാനൽ വഴിയാണ് ഇതറിഞ്ഞത്. അന്നു മുതൽ ഞാനിത് യൂസ് ആക്കാറുണ്ട്. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ആക്കാം, എങ്കിലും നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ യൂസ് ആക്കുന്നതായിരിക്കും ബെറ്റർ. അതാകുമ്പോൾ രാവിലെ ഉണരുമ്പോഴത്തേനും നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. നിങ്ങളുടെ സൗകര്യം പോലെ രാത്രിയോ രാവിലെയോ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ആക്കാവുന്നതാണ്. വളരെ വിലക്കുറവിൽ 50 രൂപയിൽ താഴെ സ്കിൻ ഗ്ലോ ആക്കാനായിട്ടും ക്ലിയർ ആക്കാനായിട്ടും ഇവ രണ്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ ഡൾ സ്കിൻ മാറ്റി ഫേസിനെ ഗ്ലോ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും 100% സത്യമാണ്, വർക്കിങ്ങുമാണ്. സോ ഇതിനോടൊപ്പം സ്കിൻ കെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സൺസ്ക്രീനും യൂസ് ആക്കണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ നിങ്ങൾക്ക് യോജിക്കാത്ത പ്രൊഡക്ട്സുകൾ നിങ്ങൾ യൂസ് ആക്കാതിരിക്കുക. നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ള പ്രൊഡക്ട്സുകൾ യൂസ് ആക്കുക. നല്ലപോലെ വെള്ളം കുടിക്കുക, ഡയറ്റും ശ്രദ്ധിക്കുക, സ്കിൻ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. സോ ഇത്രയാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. ഇതുപോലെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ സ്കിന്നും ബെറ്റർ ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ബൈ.